ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ ലാമൗണ്ടിൽ നിന്നും നല്ല അടിപൊളി ഹോം മെയ്ഡ് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. ഹോട്ടലിൽ നിന്നല്ല, നല്ല ഹോം മെയ്ഡ് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം. ഞങ്ങൾ രാവിലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം, അതുപോലെ എക്കോ പോയിൻ്റ്, കുണ്ടള ഡാം ഇതെല്ലാം സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല തേയിലക്കാടുകൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ആ വ്യൂ പോയിൻറ്റിൽ നിർത്താം. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്രയാണ്. അതിന് മുമ്പുള്ളൊരു ഫോട്ടോ പോയിൻ്റാണത്. നമ്മൾ മാട്ടുപ്പെട്ടിയിലേക്ക് മൂന്നാറിൽ നിന്ന് പോരുമ്പോൾ ഒരു സുമാർ 5 കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോഴാണ് ഈ ഫോട്ടോ പോയിൻ്റ്. അപ്പോൾ ഇവിടെ നല്ല സാമാന്യം നല്ല തിരക്കുണ്ട്. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. കൂടുതൽ ഹിന്ദിക്കാരാണ്, മലയാളികൾ വളരെ കുറവാണ്. പിന്നെ ബാച്ചിലേഴ്സാണ് കൂടുതലും. ഏതായാലും ഈ ഫോട്ടോ പോയിൻ്റ് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇവിടെ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട്. ഹോഴ്സിൻ്റെ ആരോഗ്യത്തെ പ്രതി ഞാൻ അതിൻ്റെ മുകളിൽ പടച്ച് കയറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോവുകയാണ്. ഇപ്പോഴും അവിടെ കപ്പിൾസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരുപാട് ഹിന്ദിക്കാരൊക്കെ വന്നിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ പഠിച്ചവനെ ഞങ്ങളെ കാത്തോളി എന്നും പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. റിസർവോയറിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ട്. ഇവിടെയും ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുള്ള കാഴ്ചയാണ്. ട്രാവലറുകളൊക്കെ ഓടി തുടങ്ങി. ഇത്ര നാൾ കോവിഡായിട്ട് ട്രാവലറുകളൊക്കെ കട്ടപ്പുറത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർക്ക് ഓട്ടോ ഒക്കെ കിട്ടി തുടങ്ങി. നല്ല കാര്യം. കുറേ ഡ്രൈവർമാർ രക്ഷപ്പെടട്ടെ. നമ്മുടെ മുമ്പിൽ ഒരു ഗൈഡ് വണ്ടി പോകുന്നുണ്ട്. ആ വണ്ടിയുടെ പുറകെ തന്നെ നമുക്ക് വെച്ച് പിടിക്കാം. നമ്മളിപ്പോൾ എക്കോ പോയിൻറ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് തിരക്കുണ്ട്. കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കടകളിലേക്കൊക്കെ ആളുകൾ വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. എന്തായാലും നമുക്ക് എക്കോ പോയിൻറ്റിലേക്ക് പോകാം. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ എക്കോ പോയിൻറ്റിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് കൂവി കഴിഞ്ഞാൽ അങ്ങ് അകലെ നിന്ന് തിരിച്ച് നമ്മൾ തിരിച്ചു പോകും. നമുക്കൊന്ന് കൂവി വെക്കാം. കേൾക്കുന്നുണ്ട്. ആരും കൂവുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ ആരെങ്കിലും അവിടെ കൊണ്ട് ഇരുത്തണമെന്ന് തോന്നണം കൂവാനായിട്ട്. തിരിച്ച് കാറ്റുള്ളത് അളിയും കൂവിപ്പം കിട്ടി. അപ്പോൾ നമ്മൾ എക്കോ പോയിൻറ്റിൽ നിന്ന് യാത്ര പറഞ്ഞു. ടാറ്റാ. ഈ എക്കോ പോയിൻ്റ് ഇപ്പോൾ 10 രൂപ ടിക്കറ്റ് വെച്ച് അവന്മാർ വേലിയൊക്കെ കെട്ടി തിരിച്ചിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പിൽ ഒരു 50 മീറ്റർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എക്കോ പോയിൻ്റ് ഉണ്ട്. അതൊരു ടിപ്സായിട്ടിരുന്നോട്ടെ. ഇപ്പം നമ്മുടെ ഈ തേയിലക്കാടുകൾക്ക് ഇടയിലൂടെയാണ് പോകുന്നത്. ഈ തേയിലക്കാടുകൾ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അതിൻ്റെയൊക്കെ വേലികൾ അവർ ബന്ദോബസ്താക്കിയിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് കാരണക്കാർ. അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുത്ത് വീറും കുപ്പി നെല്ലി പൊട്ടിച്ചിട്ട് അങ്ങനെ മെനകടാക്കിയത് കൊണ്ടാണ് എല്ലാം അവർ ബന്ദോബസ്താക്കിയിരിക്കുന്നത്. നല്ല കാര്യം. അതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട. അട്ടയുണ്ട്. എനിക്ക് 2 കിട്ടിയതാണ്. ഇപ്പം നമ്മൾ കുണ്ടള ഡാമിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഒരു ചേട്ടൻ വന്ന് കൈ കാണിക്കേണ്ടത് സെക്യൂരിറ്റി. മോനെ ഒരു 10 രൂപ കൊടുക്ക്. ഓക്കെ, പോട്ടെ. കുണ്ടള ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത്. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള, അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വളവ് തിരിഞ്ഞിങ്ങനെ പോവുകയാണ്. ഇതൊരു ആർച്ച് ഡാം പോലെയാണ്. ഓട്ടോറിക്ഷ ഉണ്ടല്ലോടാ, എന്ത് ചെയ്യും? ഓട്ടോറിക്ഷ വന്നാൽ അവിടെ പാസ് ചെയ്യാൻ ചെറിയ സ്ഥലമുണ്ട്. നമ്മളിപ്പോൾ കുണ്ടള ഡാമിൻ്റെ റിസർവോയറിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കുണ്ടള ഡാമിൻ്റെ ഇപ്പുറത്തെത്തി നമ്മൾ. ആർച്ച് ഡാമുമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പുറത്തെത്തി സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു വെടിവെപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ വെടിവെപ്പ്, ബലൂൺ വെടിവെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാനൊന്ന് പോയി പൊട്ടിച്ച് നോക്കട്ടെ. കാശ് കൊടുത്തു. ഇനി ഞങ്ങൾ ഉന്നം പിടിക്കുകയാണ്. റെഡി, 1 2 3. ദൈവമേ, ചക്കവിടപ്പോൾ പോയിലെത്താ. നമ്മുടെ കുറച്ച് ആരാധകരൊക്കെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ആർക്കും മാസ്ക് ഇല്ല. നല്ല കാര്യം. കൊറോണ കിട്ടിയാൽ 8ൻ്റെ പണി കിട്ടും.
ഇതാണ് കുണ്ടള ഡാമിലെ ബോട്ടിംഗ് സ്ഥലം. ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ പൂർവികന്മാർ, അവന്മാർ ഇവിടെ ചെറിയ ശല്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ തുറന്നിട്ടുണ്ടോ അതിൻ്റെ ഉള്ളിൽ കയറും. ഇതാണ് കുണ്ടള ഡാമിലെ വെള്ളമൊഴുകുന്ന സ്ഥലം. വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണ്. മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാടി വണ്ടി കയറി തിരിച്ചു പോവുകയാണ്. നിമിഷവും മഴ പെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി തേയിലക്കാടിൻ്റെ എവിടെയെങ്കിലും വേലി പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ എങ്ങൊരു ഗ്യാപ്പ് കാണുന്നില്ല. നല്ലൊരു സൂപ്പർ തേയിലക്കാട് കിട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. തമ്പനയിൽ വേണമെന്ന് പറഞ്ഞിട്ട് മോനും കിടന്ന് ശല്യപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പല പോസിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അട്ടയുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ അട്ട കൂടെ പോരും. പറഞ്ഞതുപോലെ നല്ല മഴ കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ എങ്ങും നിർത്തുന്നില്ല, നേരെ ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കുകയാണ്. ഹായ് ഗായ്സ്, നമ്മൾ നമ്മുടെ ലാമൗണ്ടിൽ നിന്നും വിട പറയുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും ഈ ലാമൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാറിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം നമുക്ക് ഫാമിലിക്കായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടാണ്. നമുക്ക് ഫാമിലിക്കൊക്കെ വളരെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പൊടിപാടിൽ നിന്നൊക്കെ ഒഴിഞ്ഞിട്ട് വളരെ ക്വയറ്റായിട്ടുള്ള സ്ഥലമാണ്. നല്ല ഒരു ഇതായിട്ടുള്ള പ്ലേസാണ് ഇത്. സന്ദീപ് ഈ ഹോം സ്റ്റേയുടെ എല്ലാമാണ്. വളരെ ഫ്രണ്ട്ലിയാണ്. നമ്മളൊക്കെ ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോൺ നമ്പറും സംഭവങ്ങളും ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമ്മുടെ വ്ളോഗിൻ്റെ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇത് സണ്ണിച്ചേട്ടൻ, ടെസ്സി ചേച്ചി, ഇവരുടെയാണ് ഈ ഹോം സ്റ്റേ. ടെസ്സി ചേച്ചിയുടെ ചായ അടിപൊളി ചായ കേട്ടോ. സൂപ്പർ ചായയാണ്, കിടുക്കൻ ചായയാണ്. അതുപോലത്തെ ചായ വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ സ്നേഹം നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഈ മൂന്നാർ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.